സെൻസങ് അടക്കം ഈ 2008 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത്. 13% ഇടിഞ്ഞത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ഏകദേശം ഒരു ഘട്ടത്തിൽ 19 ലക്ഷം കോടി രൂപ ഒഴുകി മാറുന്ന അവസ്ഥ പോലും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അല്പം കരകയറിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സെൻസെക്സ് ഏകദേശം 1000 പോയിന്റ്, നിഫ്റ്റി ഏകദേശം 330ഓളം പോയിന്റുകളും കയറിയിട്ടുണ്ട്, തിരിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ട്രേഡ് വാർ നിലനിൽക്കുന്നു. ചൈനയ്ക്കെതിരെ വീണ്ടും കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ലോക വ്യാപാര യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും മറ്റൊരു ഘട്ടത്തിലേക്ക്, ഒരു നിർണായക ഘട്ടത്തിലേക്ക് ലോക വ്യാപാര യുദ്ധം, ട്രംപിന്റെ വ്യാപാര യുദ്ധം പ്രവേശിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മാസം 9 എന്നതാണ് ട്രംപ് നിർദ്ദേശിച്ച കട്ട് ഓഫ് പോയിന്റ്. അത് സമാഗതമായിരിക്കുന്നു. 9 ടാരിഫ് നിലവിൽ വരികയാണ്. കഠിനമായ ടാരിഫ്. ഇന്ത്യക്കെതിരെ മാത്രമല്ല, ലോകത്തുള്ള മിക്ക രാജ്യങ്ങൾക്കുമെതിരെ ടാരിഫാണ്. എല്ലാ രാജ്യങ്ങൾക്കും മിനിമം 10%, ചൈനയ്ക്ക് ഇഫക്റ്റീവ്ലി 104% ടാരിഫാണ് നിലവിൽ വരുന്നത്. ആദ്യം തന്നെ ചൈനയോടുള്ള പ്രതികാര നടപടി എന്ന നിലയിൽ ഒരു 20% ടാരിഫ് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് ഒരു പ്രത്യേക കാൽക്കുലേഷന്റെ സഹായത്തോടു കൂടി 34% ടാരിഫും, പിന്നെ അവസാനം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഒരു മറു ടാരിഫ്, അതായത് റിറ്റാലിയേറ്ററി ടാരിഫ് പ്രഖ്യാപിച്ചു. എന്ന ഒറ്റ കാരണത്താൽ വീണ്ടും ഒരു പ്രതികാരം എന്ന നിലയിൽ അവസാനം 50% ചേർന്ന് 104, 20 അധികം 34% ടാരിഫ് എന്ന് പറയുമ്പോൾ ലോക വ്യാപാരത്തിന്റെ ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിലാണ്. ഏതാണ്ട് ഈ ചൈന അമേരിക്ക വ്യാപാരത്തിൽ ചൈനയ്ക്ക് നിർണായകമായ മേൽക്കൈയുണ്ട്. $295 ബില്യൺ ട്രേഡ് സർപ്ലസ് ചൈനയ്ക്കുണ്ട്. അതായത് $295 ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി അമേരിക്കയ്ക്കുണ്ട്. അതാണ് ട്രംപിന്റെ മനസ്സിനെ മഥിക്കുന്ന പ്രധാന വിഷയം. അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ മൊത്തം എടുത്താൽ ഏതാണ്ട് $1 ട്രില്യൺ കുറവാണ്, വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്ക് എല്ലാ രാജ്യങ്ങളോടും ചേർന്നുള്ളത്. ഭാരതവുമായിട്ടുള്ള വ്യാപാര കമ്മി എന്ന് പറയുന്നത് കേവലം $46 ബില്യൺ ആണ്. അതേസമയം വലിയ തോതിലാണ് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര കമ്മി. ഇത് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ ട്രംപ് കണ്ടുപിടിച്ച ഒറ്റമൂലിയാണ് ഈ വ്യാപാര യുദ്ധം, അല്ലെങ്കിൽ കഠിനമായ തീരുവകൾ ഏർപ്പെടുത്തുക എന്നത്. അതിനോട് ലോകം പ്രതികരിച്ചത്, ചിലരൊക്കെ ചൈന പോലെയുള്ള രാജ്യങ്ങൾ എതിർത്ത് നിന്നു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് എതിർ ശബ്ദങ്ങൾ ഉയർന്നു. ഭാരതം കേവലം ഒരു മ്യൂട്ട് സ്പെക്ടേറ്റർ എന്ന അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ട്രേഡ് നെഗോസിയേഷൻ, അത് ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുമ്പോൾ ഒരു തീർച്ചമൂർച്ച ഉണ്ടാവുകയും ഉഭയകക്ഷി കരാറിൽ ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ പൂവണിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച ടാരിഫിൽ കാര്യമായ ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിലേക്കാണ് കാര്യങ്ങൾ ഒരുപക്ഷെ നീങ്ങുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഒരു ചർച്ചയ്ക്ക് വിമുഖത കാട്ടുന്ന അമേരിക്കയും ചൈനയും. അതുകൊണ്ട് അമേരിക്ക ചൈന ട്രേഡ് നെഗോസിയേഷൻ പാതി വഴിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തിവെക്കപ്പെടുമ്പോൾ ഈസ്റ്റേൺ ഏഷ്യൻ വിപണികൾ തകരിക്കുകയാണ്. ഈസ്റ്റേൺ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൻഡ് സദേൺ ഏഷ്യൻ വിപണികളിൽ കഴിഞ്ഞ ദിവസം നടന്നത്, തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് തുറന്നപ്പോൾ നടന്നത് ബ്ലഡ് ബാത്താണ്. അതുവരെ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ട്രംപ് ഇങ്ങനെ പറയുകയുള്ളൂ, പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകും. ഒരു ദാക്ഷിണ്യമില്ലാതെ മുന്നേറുമ്പോൾ ബോംബെ ഓഹരി വിപണി കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച തകർന്നത് ഏതാണ്ട് 3990 പോയിന്റ് വരെ താണതിനു ശേഷം ഏതാനും പോയിന്റുകൾ ഉയർന്നു. അങ്ങനെ 2.5% നഷ്ടമാണ് കഴിഞ്ഞ ദിവസം. എന്നാൽ ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ചിത്രം കാണുന്നു. എങ്കിലും നഷ്ടം പൂർണ്ണമായി, ഒരു ദിവസം ഉണ്ടായ നഷ്ടം പൂർണ്ണമായി റിക്കവർ ചെയ്തിട്ടില്ല എന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് ഓഹരി വിപണി ഒരു ബെയറിഷ് പാത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ആഗോള തലത്തിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയാണോ? അമേരിക്ക ഉള്ളിൽ തന്നെ വലിയ തോതിൽ മാന്ദ്യം ബാധിക്കാൻ പോവുകയാണ് എന്ന് ഏതാണ്ട് എല്ലാ റേറ്റിംഗ് ഏജൻസികളും ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു. അത് ആഗോള തലത്തിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ വലിയ തോതിലാണ് മാന്ദ്യം. ഒരുപക്ഷെ ഒരു 100 വർഷം മുൻപ് 1930കളിൽ ഉണ്ടായ മാന്ദ്യം 1929 തുടങ്ങി
1930കളിലേക്ക് വ്യാപിച്ച ഇന്റർ വാർ പീരീഡിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, ഗ്രേറ്റ് ഇക്കണോമിക് റിസഷൻ, അതിനെ ഓർമ്മിപ്പിക്കുമാറുള്ള ഒരു മാന്യത്തിലേക്കാണോ ഡൊണാൾഡ് ട്രംപ് ലോകത്തെ തള്ളിവിട്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനോട് വിവിധ രാജ്യങ്ങൾ വിവിധ രീതിയിലാണ് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല വിവിധ രാജ്യങ്ങൾക്ക് വ്യത്യസ്തമായ ഇമ്പാക്റ്റ് ആയിരിക്കാം ഉണ്ടാകുന്നത്. ഇതൊരു വലിയ ഷെയ്ക്കപ്പാണ്. വേൾഡ് ഓർഡറിലെ തന്നെ സമഗ്രമായ ഒരു ഷെയ്ക്കപ്പാണ് ഇപ്പോൾ വരാൻ സാധ്യത. ഉദാഹരണത്തിന് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഏതാണ്ട് വളരെ വലിയ തോതിൽ വെട്ടിക്കുറച്ചാൽ, കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇരട്ടി വിലയിൽ കൂടുതലാകുകയാണ്. അങ്ങനെയെങ്കിൽ ഇറക്കുമതിക്കാർക്ക് ചൈനീസ് ഇറക്കുമതി ലാഭകരമല്ലാതെയാവും. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ നിന്നും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന വൻകിട ഇറക്കുമതിക്കാർ ചൈനീസ് ഗുഡ്സിന് വേണ്ട എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ഓപ്പൺ അപ്പ് ചെയ്താൽ ചില കാര്യങ്ങളിലെങ്കിലും, ഇലക്ട്രോണിക് ഗുഡ്സ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിലെങ്കിലും, ടെക്സ്റ്റൈൽ മുതലായ കാര്യങ്ങളിൽ ഇന്ത്യക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയും. അങ്ങനെ വന്നാൽ ഉർവശി ശാപം ഉപകാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ചൈനയ്ക്കുള്ള 104% ഇന്ത്യക്ക് കേവലം 27% മാത്രമാണ്. അത് മാത്രമല്ല വിയറ്റ്നാം നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആണ്. വിയറ്റ്നാമിനുള്ള 46% തീരുവയാണ്. അതേസമയം ഇന്ത്യക്കുള്ളത് 27% മാത്രം. അതുകൊണ്ട് വിയറ്റ്നാമിൽ നിന്നും സോഴ്സ് ചെയ്യുന്ന തുണിത്തരങ്ങൾ, പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വേണമെങ്കിൽ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അമേരിക്കയിൽ പുതിയ വിപണികൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഒഴിവാക്കുന്ന സ്പേസിലേക്ക് ഇന്ത്യക്ക് കടന്നു കയറാൻ കഴിയും. അതേസമയം ചെമ്മീൻ കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇക്വഡോറിൽ നിന്നും ശക്തമായ വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ 10% മാത്രമാണ് തീരുവ. നമുക്ക് അതിനേക്കാൾ കൂടുതലാകും. അത് മാത്രമല്ല വിയറ്റ്നാമിലേക്ക് നമ്മുടെ ചെമ്മീൻ കയറ്റുമതി ചെയ്ത് വിയറ്റ്നാമിൽ അത് പ്രോസസ് ചെയ്തതിനു ശേഷം മൂല്യവർദ്ധന വരുത്തി അമേരിക്കയിലേക്ക് എത്തുകയാണ്. ആ റൂട്ടിനെയും സാധ്യമല്ല, കാരണം വിയറ്റ്നാമിന്റെ ടാരിഫ് കൂടുതലാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങളെ വിവിധ രീതിയിലാണ്, അത് മാത്രമല്ല വിവിധ സെക്ടേഴ്സിനെ വിവിധ രീതിയിലാണ് ബാധിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ കാര്യമായി ബാധിക്കില്ലായിരിക്കാം, കാരണം ഫാമ ഇറക്കുമതിക്ക് തീരുവ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ട്രംപ്. അതേസമയം മറ്റു കാര്യങ്ങൾക്ക്, ഈ ടെക്സ്റ്റൈൽ കാര്യങ്ങൾക്ക് തീരുവയുണ്ടെങ്കിലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, ബംഗ്ലാദേശ് ആകട്ടെ, പാകിസ്ഥാൻ ആകട്ടെ, മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ, ടെക്സ്റ്റൈൽ നമ്മളുമായി മത്സരിക്കുകയാണ്. അവർക്ക് വലിയ തീരുവയുള്ളപ്പോൾ ഇന്ത്യയുടെ തീരുവ, ഇന്ത്യക്കായി ട്രംപ് കരുതിയ തീരുവ ന്യായമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് ഇതൊരു മിക്സ്ഡ് ബാഗ് ആയിട്ട് വേണം കരുതാൻ. ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു പാനിക് സിറ്റുവേഷൻ പതിയെ മാറി വരികയും സമഗ്ര കോംപ്രിഹെൻസീവ് ഒരു ട്രേഡ് എഗ്രിമെന്റിലേക്ക് ഇന്ത്യയും അമേരിക്കയും നീങ്ങുകയും ചെയ്താൽ സ്ഥിതിഗതികളിൽ ഒരു മാറ്റം വരും. താഴെ പോയ ഓഹരി വിപണികൾ പതിയെ കയറാൻ തുടങ്ങും. അത് മാത്രമല്ല പുതുക്കം വരുന്ന ഒരു ലോകക്രമത്തിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടാകും. ഇന്ത്യ ഇപ്പോൾ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അതേസമയം 4 സ്ഥാനങ്ങൾ നിൽക്കുന്നത് ജർമ്മനിയും ജപ്പാനുമാണ്. ജർമ്മനിയും ജപ്പാനെയും ഈ ആഗോള സാമ്പത്തിക മാന്ദ്യം വരാൻ സാധ്യതയുള്ള മാന്ദ്യം കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര യുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ 3ാം സ്ഥാനത്തേക്ക്, അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നാലെ 3ാമത്തെ വലിയ ഇക്കോണമിയായി മാറാൻ സാധിക്കും. പക്ഷെ അപ്പോഴും പെർ ക്യാപിറ്റ ഇൻകം വളരെ താഴ്ന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളൊന്നും ഉടനടി അത്ഭുതകരമായി സംഭവിക്കാനുള്ള സാധ്യതയും കാണാനാവില്ല. അങ്ങനെയൊക്കെ ഒരു മിക്സ്ഡ് ബാഗിലാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്.